ഹായ്. ഇപ്പം ഞാനിങ്ങോട്ട് സീരീസ് തുടങ്ങാമെന്ന് വിചാരിച്ചതാണ്. അതായത് ഈ ശുദ്ധബോധാവസ്ഥയിലെത്തിയ ആളുകൾക്ക് ചുറ്റാകെ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നതായിട്ട് പല പല കഥകൾ നമ്മുടെ നാട്ടിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ അത്യാവശ്യം വാലിഡേഷൻ ഉള്ള ചില കഥകൾ ഒരു സീരീസ് പോലെ ഇങ്ങനെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ആ ഒരു സീരീസിന് തുടക്കമാണത്. ഞാൻ വിചാരിക്കുന്നത് ആദ്യം നമുക്ക് രമണ മഹർഷിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ബിക്കോസ് ഹി ഈസ് മൈ ഫേവറേറ്റ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തുടങ്ങുന്നത്. രമണ മഹർഷിയുടെ ഒരു കുട്ടിക്കാല സുഹൃത്ത് രംഗൻ പറഞ്ഞ ചില കാര്യങ്ങളെ പറ്റി നമുക്ക് പറയാം. ഈ രമണ മഹർഷി 16-ാമത്തെ വയസ്സിൽ ബോധോദയം നേടിയ മനുഷ്യനാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം തൻ്റെ പഴയ കാലഘട്ടവും ജീവിതവും ഒക്കെ ഉപേക്ഷിച്ച് തിരുവണ്ണാമലയിലേക്ക് വരികയും 16-ാം വയസ്സിൽ വരികയും അവിടെ ഒരു എസ്തറ്റിക്കായിട്ട് ജീവിക്കുകയാണ് ചെയ്തത്. അതായത് നമ്മുടെ ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന എസ്തറ്റിക്സിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. എനിവേ, രമണ മഹർഷി ഭക്ഷണമോ വസ്ത്രമോ ഇല്ലാതെ ഒരുപാട് വർഷങ്ങളോളം തിരുവണ്ണാമലയിൽ ചിലവഴിച്ചിട്ടുണ്ട്. ഈ ചിലവഴിച്ച കാലയളവിൽ ഈ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാല സുഹൃത്തായ രംഗൻ്റെ മാതാവ് രമണ മഹർഷിയെ കാണാനൊക്കെ വന്നിട്ടുണ്ട്. അന്ന് രമണ മഹർഷി സംസാരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം അധികം സംസാരിക്കുകയോ ഉണ്ടായില്ല. അദ്ദേഹം തിരുവണ്ണാമലയിൽ വന്നിട്ട് ഏകദേശം 14 വർഷത്തോളം ആരോട് സംസാരിച്ചില്ല എന്നാണ് പറയുന്നത്. ഇനിവേ ഒരു 1907 രംഗൻ രമണ മഹർഷിയോടൊപ്പം, അന്ന് വെങ്കട്ടരാമൻ എന്ന പേരിലായിരുന്ന രമണ മഹർഷിയോടൊപ്പം സ്കൂളിലൊക്കെ പഠിച്ച വിദ്യാർത്ഥി അദ്ദേഹത്തെ കാണാൻ തിരുവണ്ണാമലയിൽ വരുന്നത്. ഈ രമണ മഹർഷിയുടെ അന്നത്തെ രൂപവും ഭാവവും ഒക്കെ അദ്ദേഹത്തെ വളരെ ഞെട്ടിച്ച കാര്യങ്ങളാണ്. അന്ന് എൻ്റെ അമ്മ വന്നത് ഓർമ്മയുണ്ടോ എന്നൊക്കെ രംഗൻ ചോദിച്ചു. രമണ മഹർഷി സ്വാഭാവികമായും തൻ്റെ കൂട്ടുകാരനോട്, തൻ്റെ കളിക്കൂട്ടുകാരനോട് സംസാരിക്കുന്ന പോലെ തന്നെയാണ് അദ്ദേഹത്തോട് സംസാരിച്ചത്. ഒരുപാട് കാര്യങ്ങളെ പറ്റിയൊക്കെ അവർ ഡിസ്കസ് ചെയ്തു. അന്ന് ഈ രംഗൻ്റെ അമ്മ രമണ മഹർഷിയെ കാണാൻ വരുമ്പോൾ അദ്ദേഹം കുളിയോ നനയോ ഒന്നും ഇല്ലാതെ ജീവിക്കുന്ന കാലഘട്ടമാണ്. മുടിയും താടിയൊക്കെ വളർന്ന ആകെ വല്ലാത്തൊരവസ്ഥയാണ് അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ ആ അവസ്ഥ കണ്ട് അവർ കരഞ്ഞുകൊണ്ടാണ് തിരിച്ച് മടങ്ങിപ്പോയത്. അപ്പോൾ അവർ രമണ മഹർഷിയോട് ചോദിച്ചു എന്നാണ് പറയുന്നത്, നിങ്ങളുടെ അച്ഛൻ ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ ഫലം ഇതാണോ എന്ന് ചോദിച്ചു എന്നാണ് പറയുന്നത്. രമണ മഹർഷി അതിന് മറുപടി ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിവേ, രമണ മഹർഷി കൂട്ടുകാരനോട് കളിയാക്കി ചോദിച്ചു, അന്ന് അമ്മ എൻ്റെ കോലം കണ്ടിട്ട് ഈ പിച്ചക്കാരനെ കാണാൻ പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചത് കൊണ്ടാണോ എന്നെ കാണാൻ വരാത്തതെന്ന് ചോദിച്ചു. രംഗനൊന്നും മിണ്ടിയില്ല. രംഗന് പക്ഷേ രമണ മഹർഷിയുടെ അടുത്ത് എന്തോ ഒരു ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നി. അതായത്, ഞാൻ കുട്ടിക്കാലത്ത് കണ്ട വെങ്കട്ടരാമനല്ല ഇത്, അദ്ദേഹം ഏതോ ഒരു വലിയ ഉയർന്ന തലത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം പിന്നീടും പലവട്ടം രമണ മഹർഷിയെ കാണാനായിട്ട് തിരുവണ്ണാമലയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ വരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ചില മിറാക്കുലസ് ആയ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അതിലൊരെണ്ണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം വളരെ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിനൊന്നും ജോലിയൊന്നുമില്ല. അദ്ദേഹം വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാൻ കുറച്ച് പണം ഏൽപ്പിച്ചിട്ട് ജോലി അന്വേഷിച്ച് മധുരയിലും മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോവുകയാണ്. ഇതിനിടയ്ക്ക് അദ്ദേഹം തിരുവണ്ണാമലയെ വരികയും ചെയ്തു. പക്ഷേ രമണ മഹർഷി അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ വളരെ അജിറ്റേറ്റഡ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചു, നിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ എന്താണ്, നീ ഫിനാൻഷ്യലി നന്നായി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ രംഗൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ഞാൻ അവർക്ക് ആവശ്യത്തിനുള്ള കാശ് കൊടുത്തിട്ടാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ രംഗൻ്റെ സഹോദരനും രമണ മഹർഷിയെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം രമണ മഹർഷിയിൽ വിശ്വസിക്കുന്ന രമണ മഹർഷിയുടെ ഒരു ഭക്തനാണ്. അപ്പോൾ അദ്ദേഹത്തോട് രമണ മഹർഷി ഇങ്ങനെ ചോദിച്ചു, എന്താണ് രംഗൻ്റെ വീട്ടിലെ അവസ്ഥ. അപ്പോൾ പറഞ്ഞു, അന്ന് രംഗൻ കുറച്ച് പണം ഏൽപ്പിച്ചിട്ടാണ് പോയത്, പക്ഷേ ആ പണമൊക്കെ ചിലവായിപ്പോയി, ഇപ്പോൾ അവർ വളരെ കഷ്ടതയിലാണെന്ന് പറഞ്ഞു. ജോലി കിട്ടാതെ തിരിച്ച് മടങ്ങി വന്നിരുന്ന രംഗൻ വീണ്ടും വീട്ടിലേക്ക് പോകുന്ന വഴി രമണാശ്രമത്തിൽ അവൻ തിരുവണ്ണാമലയിലേക്ക് വരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു രമണ മഹർഷി സ്കന്ധാശ്രമത്തിലാണ് താമസിച്ചിരുന്നത്. അവിടെ ചെന്ന് രമണ മഹർഷിയെ കാണുന്നു. അപ്പോൾ രമണ മഹർഷി വീണ്ടും ചോദിച്ചു, എന്ത് പറ്റി, നീ എന്നോട് കള്ളം പറഞ്ഞു, എൻ്റെ വീട്ടിലെ അവസ്ഥ വളരെ മോശമാണെന്നാണല്ലോ ഞാൻ അറിയുന്നതെന്ന് ചോദിച്ചു. രംഗനൊന്നും മിണ്ടാതിരുന്നു. അത് കഴിഞ്ഞ് രാത്രി രംഗൻ ഉറങ്ങാനായിട്ട് കിടന്നു. പക്ഷേ അദ്ദേഹത്തിന് ഉറങ്ങാൻ സാധിച്ചില്ല. അപ്പോൾ രമണ മഹർഷി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, എന്ത് പറ്റി, നീ ഉറങ്ങാതിരിക്കുന്നത്, നിനക്ക് വിഷമമുണ്ടോ, നീ എന്താ വല്ലാത്തൊരവസ്ഥയിലാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ട് രമണ മഹർഷി അദ്ദേഹത്തോട് ചോദിച്ചു, നിനക്കൊരു 10,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നിൻ്റെ പ്രശ്നമൊക്കെ മാറുമോ, അതോ അതിൽ കൂടുതൽ പണം നിനക്ക് ആവശ്യം വരുമോ എന്ന് ചോദിച്ചു. രംഗൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് 2 ദിവസം രമണ മഹർഷിയോടൊപ്പം ചിലവഴിച്ച് രംഗൻ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും രംഗന് ഒരു ഓട്ടോ ഷോപ്പിൽ ജോലി കിട്ടുകയും, ബസ് വിൽക്കുന്ന പരിപാടിയായിരുന്നു അദ്ദേഹത്തിന്. ഈ ബസ് വിൽക്കുന്നതിൻ്റെ കമ്മീഷനിൽ അദ്ദേഹത്തിന് 10,000-ഓളം രൂപ കയ്യിൽ വരികയും അദ്ദേഹത്തെ വീട്ടിലെ കാര്യങ്ങളും കടങ്ങളും ഒക്കെ വീട്ടാനും ഒരു അത്യാവശ്യം സെറ്റിൽഡ് അവസ്ഥയിലേക്ക് എത്താനും സാധിച്ചു. പക്ഷേ അതുകൊണ്ട് രംഗൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. രംഗൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, രംഗൻ്റെ ജീവിതത്തിൽ എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടാണ് സാമ്പത്തികപരമായ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ചിലപ്പോൾ നല്ല സമയമായിരിക്കും, ചിലപ്പോൾ മോശം സമയം ഉണ്ടാകും, വീണ്ടും കടം വരും. രമണ മഹർഷി അദ്ദേഹത്തോട് അനുകമ്പയും കാണിച്ചിരുന്നു. ചില സമയത്തൊക്കെ ഇത് പറഞ്ഞ് കളിയാക്കുകയും ഉണ്ടായിരുന്നു. കാരണം ഈ വേൾഡ്ലി ആയിട്ടുള്ള കാര്യങ്ങളിൽ രംഗൻ വളരെ അറ്റാച്ച്ഡ് ആവുന്നത് രമണ മഹർഷിക്ക് എന്തോ അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. എനിവേ, രമണ മഹർഷി അദ്ദേഹത്തെ കളിയാക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തെ പലപ്പോഴും സഹായിച്ചതായിട്ട് രംഗന് തോന്നിയിട്ടുണ്ട്. കാരണം
രംഗൻ എന്ത് പ്രശ്നം ഉണ്ടായാലും രംഗൻ വന്ന് രമണ മഹർഷിയോട് പറഞ്ഞാൽ ആ പ്രശ്നം തീരുമെന്നാണ് രംഗൻ വിചാരിക്കുന്നത്. രമണ മഹർഷി അതിനൊരിക്കലും ഒരു മറുപടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇടക്കാലത്ത് വെച്ച് രംഗന് രമണ മഹർഷിയെ പോലും അടുത്ത് നിന്ന് സന്യാസം സ്വീകരിക്കണം, ദീക്ഷ സ്വീകരിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രമണ മഹർഷി അദ്ദേഹത്തോടൊരു കഥ പറയുകയാണ് ചെയ്തത്. ആ കഥ എന്താ പൂർണ്ണ രൂപം എനിക്കിപ്പോൾ ഓർമ്മയില്ല. കഥ ഇത്രയേ ഉള്ളൂ: നമ്മൾ ഏത് കാട്ടിൽ പോയാലും മലയിൽ പോയിരുന്നാലും നമ്മുടെ മനസ്സ് വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ സന്യാസത്തിലെത്തില്ല. കാരണം സന്യാസം നമുക്കാവാം, വീട്ടിലിരുന്ന് ഒരു കുടുംബസ്ഥനായി ജീവിക്കുമ്പോൾ തന്നെ ആവാം. അതിന് കാട്ടിലോ മലയിലോ ഒക്കെ പോയി ഇതുപോലെ രമണ മഹർഷി ജീവിച്ച ഒരു ജീവിതം തന്നെ ജീവിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ രംഗൻ ഈ ചോദ്യം രമണ മഹർഷിയോട് ചോദിച്ചു, അപ്പോൾ താങ്കൾ എന്തിനാണ് ഈ ഒരു ജീവിതം തിരഞ്ഞെടുത്തത്? വീടും നാട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ച് ഈ മലയിൽ വന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് എന്തിനാണെന്ന് ചോദിച്ചു. അപ്പോൾ രമണ മഹർഷി പറഞ്ഞു, എൻ്റെ പ്രാരാബ്ധ കർമ്മം അതായിരുന്നു, എനിക്കത് ചെയ്യാതെ വേറെ വഴിയില്ല, കാരണം ഇതെല്ലാം തനിയെ സംഭവിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതുപോലെ തന്നെ വേറൊരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. രമണ മഹർഷി ഒരിക്കൽ സ്കന്ധാശ്രമത്തിൽ നമ്മുടെ രമണ മഹർഷിയെ കാണാൻ വന്നപ്പോൾ രമണ മഹർഷി വീടിൻ്റെ ആ സ്കന്ധാശ്രമത്തിൻ്റെ വെളിയിലിരിക്കുകയായിരുന്നു. അത് കണ്ടിട്ട് രമണ മഹർഷി രംഗന് വലിയ അത്ഭുതം തോന്നിയില്ല. രംഗൻ നേരെ നടന്ന് അകത്തേക്ക് കയറിപ്പോയി നോക്കിയപ്പോൾ രമണ മഹർഷി അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ആരാണ് വെളിയിലിരുന്നത്? രംഗൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് രമണ മഹർഷിയെ വിളിച്ച് ഉണർത്തി രമണ മഹർഷിയോട് കാര്യം പറഞ്ഞു. അപ്പോൾ രമണ മഹർഷി ചോദിച്ചു, നീ എന്താ എന്നെ പെട്ടെന്ന് വിളിക്കാത്തത്? ആ കള്ളനെ ഞാൻ അപ്പം തന്നെ പിടിച്ചതിനല്ല എൻ്റെ രൂപത്തിലുണ്ടായിരുന്നത് എന്നാണ് രമണ മഹർഷി പറഞ്ഞ് ചിരിച്ച് തള്ളുകയാണ് ചെയ്തത്. ഇതുപോലെ തന്നെ വേറൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. രമണ മഹർഷി ഒരിക്കൽ ലംഘനുമായിട്ട് മല കയറാൻ പോയി. ചുമ്മാ ഒരു ട്രക്കിംഗ് പോലെ, ഒരു സ്പിരിച്വൽ യാത്ര എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പോയ സമയത്ത് തിരിച്ചവർ രാത്രി മടങ്ങി വരുന്ന വഴിക്ക് ഒരു പ്രത്യേക സ്ഥലമുണ്ട്, സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. അവിടെ അവർ ഉറങ്ങാൻ തീരുമാനിച്ചു, രാത്രി അവിടെ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. മലയുടെ തന്നെ ഒരു പോർഷനാണത്. അപ്പോൾ അവിടെ സ്പെൻഡ് ചെയ്ത സമയത്ത് ഈ രമണ മഹർഷിയുടെ കാൽച്ചുവട്ടിൽ കിടന്നാണ് രംഗൻ ഉറങ്ങിയിരുന്നത്. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന രംഗൻ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും ഒരുപാട് രമണ മഹർഷിമാർ ചുറ്റിനും കൂടി നിൽക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു എന്നാണ് പറയുന്നത്. അത് കണ്ട് അത്ഭുതപ്പെടുകയും ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്തു. അദ്ദേഹം എന്നിട്ട് കുറേ നേരം മിണ്ടാതിരുന്നു. പകൽ നേരം വെളുക്കുന്നതനുസരിച്ച് ഒരു വെളുപ്പിനായപ്പോഴത്തേക്ക് രമണ മഹർഷി വളരെ നേരത്തെ എണീക്കുന്ന ആളായിരുന്നു. അദ്ദേഹം ഒരു 3-4 മണിയായപ്പോൾ രമണ മഹർഷി ഉണർന്നപ്പോൾ രമണ മഹർഷിയോട് അദ്ദേഹം ഈ കാര്യം പറഞ്ഞു. അപ്പോൾ രമണ മഹർഷി ചിരിച്ചിട്ട് ഒരു മറുപടിയും പറയാതെ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെ വേറൊരു ഇൻസിഡൻ്റ് കൂടെ പറയാം. ഇത് രംഗനോട് രമണ മഹർഷിയുടെ അമ്മ പറഞ്ഞ കാര്യമാണ്. രമണ മഹർഷിയുടെ അമ്മ ആദ്യം രമണ മഹർഷിയുടെ ഈ എസ്തറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സെയിൻ്റ്ലി അല്ലെങ്കിൽ ഒരു സന്യാസ ജീവിതത്തെ എതിർത്തിരുന്നെങ്കിലും പിന്നീട് രമണ മഹർഷി ഏതോ ഒരു ഉയർന്ന തലത്തിലാണെന്ന് അമ്മയ്ക്ക് മനസ്സിലാവുകയും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരെയൊക്കെ ഉപേക്ഷിച്ച് രമണ മഹർഷിയോടൊപ്പം ഈ മലയിൽ വന്ന് പട്ടിണിയിൽ ജീവിക്കാൻ അദ്ദേഹത്തിൻ്റെ അമ്മയും തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അവിടെ ജീവിക്കുകയാണ്. അദ്ദേഹത്തിന് പാചകമൊക്കെ ചെയ്തുകൊണ്ട് ആഹാരമൊക്കെ ഉണ്ടാക്കി അവർ ജീവിക്കുകയാണ്. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം അവർ രമണ മഹർഷി വെറുതെ ഇരിക്കുന്നത് ഇങ്ങനെ സൂക്ഷിച്ചൊന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ രൂപം പെട്ടെന്ന് മാറി ഒരു ജ്വലിക്കുന്ന ശിവലിംഗത്തിൻ്റെ രൂപത്തിലേക്ക് അദ്ദേഹം മാറിയതാണ്. ശിവലിംഗം എന്ന് പറയുന്നില്ല, ലിംഗത്തിൻ്റെ രൂപത്തിലേക്ക് മാറി എന്നാണ് പറയുന്നത്. അത് കണ്ട് അവർ വല്ലാതെ പേടിച്ചു പോയി. അയ്യോ, എൻ്റെ മകൻ ശരീരം ഉപേക്ഷിച്ച് പോവുകയാണോ എന്നൊക്കെ അമ്മയ്ക്ക് പേടി തോന്നി. പക്ഷെ അല്പനേരം കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ഇതിനുമ്പോൾ കണ്ണൊക്കെ തിരുമിയൊക്കെ നോക്കി കേട്ടോ, എന്നിട്ട് മാറ്റമൊന്നും ഉണ്ടായില്ല. വെള്ളമൊക്കെ മുഖത്തടിച്ചിട്ടൊക്കെ നോക്കി, പക്ഷെ ഒരു മാറ്റം ഉണ്ടായില്ല. പക്ഷേ അല്പസമയത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ രൂപം തിരിച്ച് സാധാരണ മനുഷ്യരൂപത്തിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. ഇതും രംഗനോട് രമണ മഹർഷിയുടെ അമ്മ പേഴ്സണലി പറഞ്ഞൊരു കഥയാണ്. ഇതുപോലെ തന്നെ രംഗൻ കണ്ടിട്ടുള്ള മറ്റൊരു അത്ഭുതമായിട്ടുള്ളൊരു കഥയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രമണ മഹർഷി അല്പം ഫേമസ് ആയി വരികയാണ്. എനിക്കൊന്ന് 1930s എന്തോ സംഭവിക്കുന്ന കാര്യമാണ്. ഫേമസ് ആയി വരുന്നൊരു കാലഘട്ടത്തിൽ ഒരുപാട് പേര് രമണ മഹർഷിയെ കാണാനായിട്ട് വരുന്നുണ്ട്, ഒരുപാട് ഭക്തന്മാർ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഭക്തൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുമായിട്ട് വന്ന് രമണ മഹർഷിയോട് ഒരു അല്പം ഭസ്മം എൻ്റെ കയ്യിലേക്ക് ഇട്ട് തരാമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രമണ മഹർഷി പറഞ്ഞു, ഇല്ല, ദാ അവിടെ ഇരിപ്പുണ്ട്, എടുത്തോളൂ എന്ന് പറഞ്ഞു. ഭക്തന്മാരത് കേൾക്കാൻ റെഡിയില്ല. അവർ അദ്ദേഹത്തോട് കെഞ്ചി ചോദിച്ചു, ദയവ് ചെയ്തൊന്ന് എടുത്തു തരാമോ, അങ്ങ് എടുത്തു തന്നാൽ മതിയായിരുന്നു എന്ന് പറയും. അപ്പോൾ രമണ മഹർഷി പറയില്ല, ഞാൻ എടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല, എൻ്റെ കൈകൊണ്ട് എടുക്കുന്നത് നിങ്ങളുടെ കൈകൊണ്ട് എടുക്കുന്നത് പോലെ തന്നെയാണ്, യാതൊരു വ്യത്യാസവുമില്ല, നിങ്ങളതിന് ഭസ്മം എടുത്തോളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇത് കേട്ട ആ 2 സുഹൃത്തുക്കളും വളരെ നിരാശരായി ഭസ്മം എടുക്കാതെ മടങ്ങിപ്പോയി. രംഗൻ ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ രംഗൻ എന്തിനാണ് ഇത്രയും ഇൻസിസ്റ്റ് ചെയ്തത്? എന്നിട്ട് രമണ മഹർഷി പറഞ്ഞിട്ട് അവർ ഭസ്മം പോലും എടുക്കാതെ പോയല്ലോ എന്നൊക്കെ തോന്നിയിട്ട് അദ്ദേഹം ഇവരെ പിറകെ ഓടി അവരെ ചേസ് ചെയ്ത് പിടിച്ചിട്ട് അദ്ദേഹം അവരോട് ചോദിച്ചു, എന്ത് പറ്റി, നിങ്ങൾ എന്താണ് ഇങ്ങനെ ചോദിക്കാൻ, ഈ സാഹചര്യം എന്താണ് ഇവിടെ സംഭവിച്ചത്, എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2 സുഹൃത്തുക്കൾ ഒരാൾ പറഞ്ഞു, ഞാൻ 1 വർഷം മുമ്പ് രമണ മഹർഷിയെ കാണാൻ ഇവിടെ വന്നിരുന്നു. അന്ന് എനിക്ക് കുഷ്ഠരോഗമായിരുന്നു. കുഷ്ഠരോഗവുമായി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഞാൻ രമണ മഹർഷിയെ കാണാനായിട്ട് ഇവിടെ വരുന്നത്. അദ്ദേഹത്തിൻ്റെ മഹത്വത്തെപ്പറ്റി കേട്ടിട്ട് വന്നതാണ്.
അന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാനൊന്നും ആഗ്രഹിച്ചിരുന്നില്ലെങ്കിൽ പോലും ഞാൻ അദ്ദേഹത്തെ കണ്ട് തൊഴുതപ്പോൾ അദ്ദേഹം ഒരല്പം ഭസ്മം എൻ്റെ കയ്യിലേക്ക് എടുത്തു തന്നു. ആ ഭസ്മം ഞാനന്ന് വീട്ടിൽ പോയി എൻ്റെ ശരീരത്തിൽ പുരട്ടിയതിന് ശേഷം പിറ്റേന്ന് രാവിലെ എണീച്ചപ്പോൾ തന്നെ വളരെ അത്ഭുതകരമായി അദ്ദേഹത്തിൻ്റെ അസുഖം മാറി. പിന്നീട് അദ്ദേഹത്തിന് ഇതുവരെ അസുഖം വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് അതോടുകൂടി രമണ മഹർഷിയുടെ മഹാത്മ്യം മനസ്സിലായി. അദ്ദേഹം ഇത് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ ഇതുപോലെ തന്നെ ഈ കുഷ്ഠരോഗമുള്ള മറ്റൊരു സുഹൃത്തുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് രമണ മഹർഷിയുടെ കയ്യിൽ നിന്നൊരു ഭസ്മമായി പുരട്ടിക്കഴിഞ്ഞാൽ ഈ അസുഖം മാറുമെന്ന് മറ്റേ സുഹൃത്തിനോടും പറഞ്ഞ് അദ്ദേഹവുമായിട്ടാണ് വന്നത്. പക്ഷേ രമണ മഹർഷി ഒരു തരത്തിലും ഭസ്മം എടുത്തു കൊടുക്കാൻ തയ്യാറായില്ല. ഇതിൽ നിന്ന് രംഗൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രമണ മഹർഷി ഇതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ചുറ്റും ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുവെന്ന് പ്രചരിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ഒരു അത്ഭുത പ്രവർത്തകനായിട്ട് കാണുകയും ഒരു മിറാക്കിൾ വർക്കറായിട്ട് കണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ഓടി വരും എന്ന് അദ്ദേഹത്തിന് അറിയാമെന്നുള്ളത് കൊണ്ട് അതിൽ അദ്ദേഹത്തിന് യാതൊരു താല്പര്യം ഉണ്ടാകുന്നില്ല. കാരണം അദ്ദേഹം എപ്പോഴും പറയുന്നത്, ഇവിടെ ചില അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും, അതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല എന്നാണ്. എനിക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഞാനായി ശുദ്ധബോധത്തിലിരിക്കുക. അതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ചോദിച്ച് എന്നോട് ആൾക്കാർ വന്നാൽ എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറയാം, അല്ലാത്ത കാര്യങ്ങളെപ്പറ്റി എനിക്കൊന്നും അറിയില്ല എന്നാണ് അദ്ദേഹം എപ്പോഴും പറയാറ്. ഈ ജ്ഞാനം നേടിയവരാണ് ഈ ശുദ്ധബോധത്തിലിരിക്കുന്ന ആൾക്കാരായിട്ട് പറയുന്നത്. അവരെ ജ്ഞാനികളെന്ന് പറയും. ഈ ജ്ഞാനികളിൽ തന്നെ 2 തരം ആളുകളുണ്ടെന്നാണ് പൊതുവെ പറയുന്നത്. സിദ്ധരും ഉണ്ട്, ശുദ്ധരും ഉണ്ട്. അതായത് സിദ്ധന്മാരും ഉണ്ട്, ശുദ്ധന്മാരും ഉണ്ട്. ഇവർക്ക് 2 പേർക്കും വളരെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള മിറാക്കുലസ് ആയിട്ടുള്ള മെറ്റാഫിസിക്കൽ ബെൻഡിങ് പവേഴ്സൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പുരാണങ്ങളിൽ അങ്ങനെയാണ് പറയുന്നത്. പല സ്പിരിച്വൽ ടെക്സ്റ്റുകൾ അത് പറയുന്നുണ്ട്. പക്ഷേ ഇവർ 2 പേരും ഒരുപോലെയല്ല. കാരണം സിദ്ധന്മാർക്ക് ചിലപ്പോൾ ഈ മിറാക്കിൾ വർക്കുകൾ അവരുടെ ഇച്ഛയോടുകൂടി അവർ ചെയ്യും, അവരത് പ്രവർത്തിക്കും. കാരണം അവരുടെ കർമ്മത്തിൻ്റെ ഭാഗമാണത്. എന്നാൽ ഇതേ ശക്തിയുള്ള ശുദ്ധന്മാരായിട്ടുള്ള ജ്ഞാനികൾക്ക് ഇതൊരു വിഷയമല്ല. അവരിതിനെപ്പറ്റി ചിന്തിക്കാറില്ല, അറിയാറില്ല. അവർക്കും ഈ ശക്തിയുണ്ട്. പക്ഷേ അവരുടെ ചുറ്റും ഈ ശക്തി ചിലപ്പോൾ സ്വാഭാവികമായി മാനിഫെസ്റ്റ് ചെയ്തെന്നിരിക്കാം. അതിന് അവരുടെ വില്ലോ ഇച്ഛയോ അവരുടെ കർമ്മമോ ഒന്നും അലൈൻഡാവണമെന്നില്ല. അവരതിനെപ്പറ്റി കൺസേൺഡേ അല്ല. അവർക്ക് ആകെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, സെൽഫായിട്ടിരിക്കുക, അതായിട്ടിരിക്കുക എന്ന് പറയും. അതായിരുന്നു രമണ മഹർഷിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇതിനെപ്പറ്റി. ഇതുപോലെ തന്നെ വേറൊരു മിറാക്കുലസ് ആയിട്ടുള്ള കാര്യവും, ഇത് ഒരു സൂപ്പർ നാച്ചുറൽ ഇതുപോലെ അസുഖം മാറ്റി അങ്ങനത്തെ ഒരു കാര്യമല്ല. രമണ മഹർഷിയുടെ അടുത്ത് എപ്പോഴും ഒരു നായക്കുട്ടി വരുമായിരുന്നു. ആ നായക്കുട്ടി അദ്ദേഹത്തിൻ്റെ മടിയിൽ കയറി കിടക്കുമായിരുന്നു. തെരുവ് നായയാണ്. ചിലപ്പോൾ അതിൻ്റെ ദേഹത്തൊക്കെ ഫുൾ അഴുക്കായിരിക്കും. രമണ മഹർഷി അതിനൊന്നും ചെയ്യാറില്ല. അപ്പോൾ രമണ മഹർഷിയുടെ അമ്മ രമണ മഹർഷിയെ ഇടയ്ക്ക് വഴക്ക് പറഞ്ഞു, നീ എന്തിനാണ് ഈ ജീവിയെ പിടിച്ച് മടിയിൽ കിടത്തുന്നതെന്ന്. അപ്പോൾ രമണ മഹർഷി അമ്മയോട് പറഞ്ഞു എന്നാണ് പറയുന്നത്, ഇവളിപ്പോൾ സമാധിയിലാണ്, അമ്മ കാണുന്നില്ല എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇത് അറിഞ്ഞ രംഗനൊരു കൗതുകം തോന്നി. ഒരു നായയ്ക്ക് വരെ സമാധിയിൽ എത്താൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്താൻ പറ്റണമല്ലോ, കാരണം ഞാൻ മായയേക്കാൾ ഉയർന്ന ജീവിയാണല്ലോ മനുഷ്യൻ, അങ്ങനെയല്ലേ നമ്മുടെ ധാരണ. അങ്ങനെ രംഗൻ പോയി രമണ മഹർഷിയോട് പറഞ്ഞു, എനിക്ക് നിർവികൽപ്പ സമാധിയിൽ എത്താനുള്ള വഴി പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ രമണ മഹർഷി പറഞ്ഞു, നിനക്ക് നിർവികൽപ്പ സമാധി അല്ല ആവശ്യം, നിനക്ക് സഹജ നിർവികൽപ്പ സമാധിയാണ് ആവശ്യം. അതായത് ലോകത്തിലെ ലൗകികമായ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് തന്നെ സമാധിയിലിരിക്കുന്ന ഒരവസ്ഥയാണ് പറയുന്നത്. അല്ലാതെ ഇങ്ങനെ ട്രാൻസ് സ്റ്റേറ്റിൽ അനങ്ങാതിരിക്കുന്നതിനെ പറ്റിയല്ല അദ്ദേഹം പറയുന്നത്. എനിവേ ഈ നായയുടെ മഹത്വത്തെപ്പറ്റി രമണ മഹർഷി പലപ്പോഴും പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. ഈ നായക്കുട്ടി പ്രഗ്നൻ്റ് ആയ സമയത്ത് അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഇതിനെ പ്രസവിച്ച് ഇവിടെ കൂട്ടി വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ വിചാരിച്ച് ആശ്രമത്തിലെ പലരും ഈ നായക്കുട്ടി അടിച്ച് ഓടിച്ചു എന്നാണ് പറയുന്നത്. ഈ നായക്കുട്ടി പിന്നീട് മലയിൽ പോയി പ്രസവിക്കുകയും കുട്ടികളെ പാലൂട്ടിയ ശേഷം രമണ മഹർഷിയുടെ അടുത്ത് സമാധി അവസ്ഥയിൽ ഇരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓബിയസ്ലി എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ നായക്കുട്ടി ഇത്രയും വലിയ അവസ്ഥയിലാണെങ്കിൽ അതിനെ അടിച്ചു ഓടിച്ചപ്പോൾ എന്താണ് രമണ മഹർഷി ഇടപെടാത്തതെന്ന്. രമണ മഹർഷി ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടില്ല. കാരണം അദ്ദേഹം ആരോട് നീ ഇങ്ങനെ ചെയ്യൂ, നീ അങ്ങനെ ചെയ്യൂ, ഇതാണ് ശരി അതാണ് തെറ്റി എന്ന് പറയാറേ ഇല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു വ്യക്തിത്വം ഇല്ലാത്തത് കൊണ്ടാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു സെൽഫ് ഐഡൻറ്റിറ്റി ഇല്ല. അദ്ദേഹം സംഭവിക്കുന്ന കാര്യങ്ങളുടെ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഉള്ളിൽ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിത്വം ഇല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഇല്ല. ഇവിടെ സംഭവിക്കുന്നതെല്ലാം ഒരു ഹാപ്പനിങ് ആണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇതുപോലെ ഒരുപാട് അത്ഭുതങ്ങൾ രംഗന് പറയാനുണ്ട്. എനിക്കൊന്ന് ഞാനിതെല്ലാം വായിച്ചത് ഡേവിഡ് ഗോഡ്മാൻ്റെ പവർ ഓഫ് പ്രസൻസ് എന്ന് പറയുന്ന ബുക്കിലാണ്. അതിൽ അദ്ദേഹം പറയുന്ന കുറേ കൂടി കാര്യങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയ, നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആകുമെന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തൊരു എപ്പിസോഡിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള, കുറച്ചും കൂടി വ്യത്യാസമുള്ള കഥകൾ പറയാം. രമണ മഹർഷിയുടെ മാത്രം കഥകളല്ല, മറ്റ് ശുദ്ധബോധാവസ്ഥയിലെത്തിയവരുടെ കഥകളും പറയാം. ഓക്കെ, ബൈ ബൈ.